സാഹിത്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 2025 സംസ്ഥാനതല പ്രത്യേക പുരസ്കാരത്തിന് പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഹയർ ഗ്രേഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൌഷാദ് അർഹനായി. 28-ന് കൊല്ലത്ത് നടക്കുന്ന റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം ഡോക്ടർ നൌഷാദ് ഏറ്റുവാങ്ങും. പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഹയർ ഗ്രേഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൌഷാദ് തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഇടവേളകളിലാണ് സാഹിത്യപ്രവർത്തനത്തെ ചേർത്തു നിർത്തുന്നത്. കവിതാരചന, പൊതുജനാരോഗ്യത്തിനായുള്ള ശാസ്ത്രലേഖനങ്ങളുടെ രചന, ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കൽ എന്നിവക്കൊക്കെയായി ഔദ്യോഗിക ജീവിതത്തിനിടയിലെ ഒഴിവു സമയങ്ങളിൽ ഡോക്ടർ സമയം കണ്ടെത്തും. സാഹിത്യരംഗത്തെ ഈ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് സാഹിത്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 2025 സംസ്ഥാനതല പ്രത്യേക പുരസ്കാരത്തിന് ഡോക്ടർ നൌഷാദിനെ തിരഞ്ഞെടുത്തത്. പുരസ്കാര ലബ്ധിയിലെ സന്തോഷം ഡോക്ടർ പങ്കുവച്ചു. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ 2025 നൽകുന്ന സംസ്ഥാനത്തിലുള്ളൊരു പുരസ്കാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ വളരെയധികം സന്തോഷം ഉണ്ട്. കവിത, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പൊതുജനാരോഗ്യ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾ, പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് നൽകുന്നത്. അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് വെച്ച് 28-ാം തീയതിയാണ് അത് നൽകുന്നത്. 28-ന് കൊല്ലത്ത് നടക്കുന്ന റിട്ടയേർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് പുരസ്കാരം ഡോക്ടർ നൌഷാദ് ഏറ്റുവാങ്ങും. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ നൌഷാദ്. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിയെങ്കിലും നിലവിൽ അടിമാലിയിലാണ് താമസം. അടിമാലി ചില്ലിത്തോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറായ സുഫാനയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഫർസിൻ, ഫാരിസ് എന്നിവർ മക്കളാണ്. സിറ്റി വിഷൻ, മുന്നാർ.